ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമേഴ്സ്. ആൻഡ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് സെർവർ ആയിട്ടാണോ നിങ്ങളെ സ്റ്റാർട്ട് സെർവർ പ്ലേ സ്റ്റോറിൽ സ്കിപ്പ് സെർവർ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു, റോബ്ലോക്സിൽ സ്റ്റാർട്ട് സെർവർ എന്ന് പറഞ്ഞ സിംഗിൾ പ്ലെയർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിങ്ങളെ. അപ്പോൾ വീഡിയോ ഒക്കെ പോണതിന് മുന്നേ എല്ലാവരും തന്നെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്. ഓക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. സ്റ്റാർട്ട് സെർവർ, കം ഓൺ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണോ എന്തോ എനിക്ക് അറിയില്ല. എല്ലാവരും പറയണത് എന്താ പറയാ, ഞാൻ കുറെ ഇതിൽ നോക്കിയപ്പോൾ എല്ലാവരും പറയണത് നല്ലൊരു പ്രേതത്തിന്റെ ഒരു സംഭവമാണ്. എനിക്ക് പക്ഷെ പ്രേതമായിട്ട് തോന്നിയില്ല ഫസ്റ്റ് ഞാൻ തൊട്ടിപ്പോ വെട്ടി. ഓ, ഇത് ഞാനാണല്ലോ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ കിടക്കണ്ട്, നമ്മുടെ ആത്മാവാണോ അപ്പൊ ഇത്. ഞാൻ റൂബിക്സ് ക്യൂബ് ഒക്കെ പണ്ട് കളിക്കണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, പിന്നെ വീടൊക്കെ കുറച്ച് മോശമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റൽ റൂമാണെന്ന് വിചാരിച്ചാൽ മതി ഗൈസ്. ഹോസ്റ്റലിനേക്കാളും ഭംഗിയുണ്ടാവും. ഇത് ഏതോ ഒക്ടോബസ് എന്തോ കിടക്കുന്നുണ്ട്. ഇപ്പൊ സമയം 12:46, രാത്രി മിഡ് നൈറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് സെർവർ അല്ലേ, നമുക്ക് യെസ് കൊടുക്കാം അല്ലേ. സ്റ്റാർട്ട് സെർവർ. ഓക്കെ, ആർ യു ഹാവിങ് എ നൈസ് ഡേ? നമുക്കൊരു നല്ല ദിവസമാണോ ഉള്ളത്? ഇന്ന് നമുക്കൊരു നല്ല ദിവസമായിരുന്നു അല്ലേ. ഓക്കെ, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ സന്തോഷമായി ഇരിക്കുകയാണ്. യെസ്. ഡു യു ഹാവ് മെനി റെസ്പോൺസിബിലിറ്റീസ്? നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ എന്നാണ് വെച്ചിരിക്കണത്. യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് എൻ്റെ ഫാമിലിനെ നോക്കണം, അങ്ങനെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കടയിൽ പോകണം, സാധനങ്ങൾ വാങ്ങണം, കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് യെസ് ഉള്ളു. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറൗണ്ട് ഫോർ എ മൊമെന്റ്. എൻ്റെ ഈ ഗെയിമിലായിരുന്നു ഞാൻ എൻ്റെ ബെഡ് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്താ മറ്റേ ടോകളോ? ഓക്കെ, കർട്ടൻ നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. കർട്ടൻ മാറ്റിയിട്ടൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ആർ യു ഫെമിലിയർ വിത്ത് യുവർ സറൗണ്ടിങ്സ്? അഫ്കോഴ്സ് നമുക്ക് യെസ്. കാരണം എൻ്റെ വീട് ഇപ്പൊ എനിക്ക് ഫെമിലിയർ ആണ്, കാരണം ഞാനിവിടെ കുറെ കാലം ജനിച്ച് വളർന്നു നോക്കിയിട്ടുണ്ട്. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഗെയിമിൽ ചിലപ്പോൾ ഞാൻ ഫെമിലിയർ ആയിരിക്കും. നമുക്ക് തൽക്കാലം യെസ് കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഞാനിപ്പോൾ ഹോസ്റ്റലിലാവുമല്ലോ. നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നടക്കൂലേ. ഗൈസ്, മിന്നാൻ തുടങ്ങി ലൈറ്റ്, എന്താണാവോ. ഹാവ് യു ഹാഡ് എ പാനിക് അറ്റാക്ക്? പാനിക് അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. യെസ്. അയ്യോ ശരി, യെസ് നിർത്തി. ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ദർ വാസ് സംബഡി ഇൻ യുവർ റൂം? ഗൈസ്, ഇത് എനിക്ക് പേടിയാവണം ഇട്ടാ. ഈശ്വര, എന്റെ റൂമിൽ വല്ലവരും ഉണ്ടാ. ഓക്കെ, 12:42 മിന്നി കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സ്മാർട്ട് വാട്ടർ അതൊക്കെ ഉള്ളു, വേറൊന്നുമില്ല. ചുറ്റി നോക്കണോ ഗൈസ്? ഈശ്വരക്ക് കണ്ണ. ഞാൻ എന്നെ കണ്ട് പേടിച്ചു പോണ ഗൈസ്. ആരുമില്ല. ടോൾ അടച്ചിട്ട് ഈ പേടിയാവും. ഹാവ് യു എവർ ഫെൽറ്റ്? ഓക്കെ, നമ്മുടെ റൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കണേ. നമുക്ക് നോ കൊടുക്കാം ഗൈസ്. എനിക്ക് വലിയ ഇതായിട്ടും തോന്നിയില്ല, എന്നാലും നോ കൊടുക്കാം. ഡു യു ഫൈൻഡ് യുവർ ക്വസ്റ്റ്യനിങ് യുവർ എക്സിസ്റ്റൻസ്? ഓക്കെ, നമ്മള് ചാവാൻ വേണ്ടി നമ്മൾ മരിക്കാൻ വേണ്ടി അവർ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ അറിയില്ല, പാനിക് അറ്റാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ മരിക്കാൻ കൊല്ലാൻ പറഞ്ഞ ആരും ഇങ്ങനെ പാനിക് അറ്റാക്ക് ഉണ്ടാവോ എന്ന് ചോദിക്കത്തില്ലല്ലോ. നോ. ഡു യു ബിലീവ് ദർ ഇസ് എ ഗോഡ്? ഗോഡ് ഉണ്ടാവും ഗൈസ്. കാരണം നമ്മളെല്ലാം ഇവിടെ നടത്തുന്നൊക്കെ ഗോഡ് കാണുന്നുണ്ടാവും. മേളിൽ നിന്നിട്ട് കുറെ പേര് പറയണമെന്നോ എന്തോ ആയിക്കോട്ടെ, വിധിയാണ് വിധി, അങ്ങനെ ഇങ്ങനെ ഒക്കെ മേളിൽ നിന്ന് ഒരാൾ തീരുമാനിക്കും, അയാൾ ചെയ്യണ പോലെ തന്നെ നടക്കും. അപ്പോ ഐ ബിലീവ് ദർ ഇസ് എ ഗോഡ്. ഈ മൗസ് പോയിന്റർ എന്താ വർക്കാവാത്ത? എനിക്ക് പേടിയാണ്. ആർ യു സ്കേർഡ് ഓഫ് ഡാർക്ക്നെസ്? ഇരുട്ട് പേടിയാണോ എന്നാണ് ചോദിക്കാൻ. ഇരുട്ട് പേടി ഇല്ല കേസ്, എനിക്ക് ഇരുട്ട് വലിയ പേടിയില്ല. അല്ലെങ്കിൽ വേണ്ട, യെസ് കൊടുക്കാം. ആർ യു ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ഫ്രീ വിൽ? നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താ പറയാ, ഒരു ഇതും വെക്കേണ്ട. അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യണം, ഒരു ഇതും വെക്കേണ്ടതാണോ നമ്മൾ ചെയ്യണം എന്നാണ് അവർ ചെയ്യുന്നത്. യെസ്, ഞാനൊന്നും എൻ്റെ മനസ്സിൽ വെച്ചിട്ടില്ല, ഞാനൊന്നും തിങ്ക് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും എന്താ പറയാ, സുഖമായിട്ടാണ് ഞാൻ പറയണത്, എനിക്ക് കുഴപ്പമില്ല.
ആർ യു സർട്ടേൺ? നമ്മൾ സർട്ടേൺ ആണോ എന്നാണ് ചോദിക്കണേ. കാരണം എന്താ? ഞാൻ യെസ് പറയാം. യെസ്, ഐ ആം സർട്ടേൺ. യു ഷുവർ ദാറ്റ് ദീസ് ആൻസേഴ്സ് റിയലി റിഫ്ലക്റ്റ് യു? നോ, എന്നെ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യൂല. ഓക്കെ, എന്നെ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. വി ആർ അഫ്രൈഡ് ദാറ്റ് യു മൈറ്റ് ചേഞ്ച്. ഞാൻ എന്തിനാ ചേഞ്ച് ആവണേ? ഹലോ, വി ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് ഫോർ യു ബെറ്റർ, ഫോർ യുവർ ബെറ്റർ. വി വിൽ ലെറ്റ് യു കണ്ടിന്യൂ നൗ. എന്ത് കണ്ടിന്യൂ? അവനെന്തോ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഹാവ് യു എവർ ഹാഡ് എ ഡ്രീം ദാറ്റ് ഫെൽറ്റ് സോ റിയൽ ഇറ്റ് വാസ് ഹേർഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം റിയലി? നമുക്ക് അങ്ങനെ കുറെ ഡ്രീം ഉണ്ടായിട്ടുണ്ട് കേസ്. റിയൽ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അത് റിയൽ അല്ല. അങ്ങനെ ഇച്ചിരി റിയാലിറ്റിന്ന് ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് യെസ് കൊടുക്കാം. ഡു യു ഹാവ് എനി ഫോബിയാസ്? ഫോബിയാസ് ഒന്നും ഇല്ല കേട്ടാ, ഞാൻ അത്ര കാരണമല്ല. അങ്ങനെയല്ല, ഫോബിയാസ് ഇല്ല നമുക്ക്. ഫോബിയ ഒന്നും ഇല്ല, അതുകൊണ്ട് നോ കൊടുക്കാം. പിക്കപ്പാ, ടോഗിൾ പിക്കപ്പ്. ഇതെന്ത്? ഇതിനെ അങ്ങനെ ഇടാൻ പോണേ? അതോടെ വെച്ച് നോ. ഡു യു ഫീൽ കംഫർട്ടബിൾ ഇൻ യുവർ റൂം? യെസ്, ഞാൻ കംഫർട്ടബിൾ ആണ്. ഞാനിവിടെ എന്താ പറയുക, ചെയറിൽ ഇങ്ങനെ ഓഫീസ് ചെയറിലൊക്കെ ഇരിക്കുന്ന AC ഇട്ടിട്ടുണ്ട്. കളിയിലായിരുന്നല്ലേ ഗൈസ്, ഞാൻ മറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ കാര്യം. ഓക്കെ, ഞാൻ കംഫർട്ടബിൾ ആണ്. യെസ്, ഐ ആം കംഫർട്ടബിൾ. അല്ല, ഇവിടെ എന്താ? ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. യെസ്, ഐ ആം. ഓഫ് കോഴ്സ് ഐ ആം കംഫർട്ടബിൾ. ഞാൻ ഓർത്ത് പിന്നെ മൗസ് മര്യാദയ്ക്ക് വർക്ക് ആവണ്ടേ? ഇഫ് ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് വുഡ് യു ബി സ്കേഡ്? ഇവിടെ ഞാനിപ്പോൾ സ്കേഡ് ആകുമ്പോൾ ഉള്ള കാരണം ഞാൻ രാവിലെയാണ് കളിക്കണേ, പുറത്ത് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആ റൂമിലും ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഞാൻ കൊടുക്കാം. പക്ഷെ എന്താ 12:52. ഹാവ് യു എവർ വണ്ടേർഡ് വെൻ യു വിൽ ഡൈ? അതൊക്കെ നമ്മളിപ്പോൾ എന്തിനാ ചിന്തിക്കണം ഗൈസ്? നമ്മൾ മരിക്കേണ്ട സമയത്ത് നമ്മൾ എന്തായാലും മരിക്കും. അതുകൊണ്ട് നോ, ഞാൻ അതും ചിന്തിച്ചിട്ടില്ല. ഹാവ് യു ക്ലീൻഡ് ഓഫ് യുവർ ഡെസ്ക് ലേറ്റ്ലി? ഗൈസ്, അത് നമുക്കൊരു കുറച്ച് ഇതാണ്, കാരണം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് അധികം വൃത്തിയാക്കാറില്ല. ഡെസ്ക് ഞാൻ ക്ലീൻ ചെയ്യാറില്ല, ഇപ്പൊ തന്നെ ഇവിടെ ചവറാണ്. അതുകൊണ്ട് നോ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഓപ്പൺ ദ ഫോൾഡർ ഓൺ യുവർ ഡെസ്കാ? ഫോൾഡറാ? ഈ ഫോൾഡർ ഓപ്പൺ. യു ആർ ഫ്രം? ഗൈസ്, കറക്റ്റ് ആണ്. ഐ ആം ഫ്രം ഇന്ത്യ. യു ആർ ഫ്രം? ഈസ് ദാറ്റ് ട്രൂ? യെസ്, ഐ ആം ഫ്രം ഇന്ത്യ ബ്രോ. ഡു യു ഹാവ് ഇന്റർനെറ്റ് ആക്സസ്? യെസ്. ഡു യു ഹാവ് എനി എനിമീസ്? എനിമീസ്? നോ 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 നോ, നോ എനിമീസ്. ഓൺലി ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് നല്ല ഫ്രണ്ട്സ് മാത്രമേ നമുക്ക് എനിമീസ് ഇല്ല. ഓക്കെ. ആർ യു പ്ലേയിങ് ഓൺ എ കമ്പ്യൂട്ടർ? ഗൈസ്, അതുവരെ അവർക്ക് മനസ്സിലായി ഞാൻ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യണമെന്ന്. ഓക്കെ, യെസ് 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 യെസ്, ഐ ആം പ്ലേയിങ് ഓൺ എ കമ്പ്യൂട്ടർ. ഡു യു തിങ്ക് ഓഫൻ അബൌട്ട് ഡെത്ത്? ഞാൻ ഡെത്തിനെ പറ്റി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് മരിക്കേണ്ട സമയം നമ്മൾ മരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഓർക്കാറില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത്രയും കാലമായിട്ട്. ഓക്കെ, നമുക്കപ്പോ നോ കൊടുക്കാം അല്ലേ. ഇഫ് യു സഡൻലി വെന്റ് മിസ്സിംഗ് വുഡ് എനിബഡി കം ലുക്കിംഗ് ഫോർ? ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടുകാരൊക്കെ ടെൻഷനിലാവും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും ടെൻഷനിലാവും ഗൈസ്. അതുകൊണ്ട് ഞാൻ യെസ് കൊടുക്കാം. വീട്ടുകാർ ടെൻഷനിലാവും. ഈ മൗസ് ഒന്ന് മര്യാദയ്ക്കൊന്ന് വർക്ക് ചെയ്യൂ. ആർ യു എലോൺ? നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണോ എന്ന് പറയണത്, പക്ഷെ ഇവിടുത്തെ ഗെയിമിൽ ഞാൻ ഒറ്റ ഗെയിം, പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കല്ല, താഴെ എൻ്റെ അനിയനും അവരൊക്കെ ഇരിക്കുന്നുണ്ട്. നോ. യു ആറണ്ട് എലോൺ. ഡിഡ് യു ചെക്ക് യുവർ റൂം? നീ ഒറ്റക്കല്ല, നിന്റെ റൂം ചെക്ക് ചെയ്തോ? എന്റെ പൊന്നാളി, ഇവിടെ വല്ലവരും ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഇവിടെ എൻ്റെ റൂമിലൊന്നും ഇല്ല, എല്ലാം ഓക്കെയാണ്. ഡിഡ് യു ചെക്ക് യുവർ റൂം? ഇല്ല ഗൈസ്, ഒന്നും ഇല്ല. ഗൈസ് ഉണ്ട്.
ആ ഡോറിനകത്ത് അടങ്ങിയിരിക്കുന്നില്ലേ ഗൈസ്? ആ ഡോർ നിങ്ങൾ കണ്ടല്ലേ, അടങ്ങിയിരിക്കായിരുന്നു. നമ്മൾ ഇത്ര നേരം നോക്കിയപ്പോഴും ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഇത്ര നേരം പക്ഷെ അത് നോക്കിയപ്പോ അടങ്ങിയിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങനെ തുറന്നു ഗൈസ്? യെസ്, ഡിഡ് യു ചെക്ക് യുവർ റൂം? യെസ് ഗൈസ്, പേടിയാണ്. ഡു യു ബിലീവ് വി ആർ ലിവിങ് ഇൻ എ സിമുലേഷൻ? യെസ്, അതുണ്ട്. ആ ഒരു സിമുലേഷനിലായിരിക്കും ഇതാക്കണം. ഡു യു അക്സെപ്റ്റ് ബീയിങ് വാച്ച്ഡ് വൈൽ ആൻസറിങ് അവർ ക്വസ്റ്റ്യൻസ്? ഡു യു അക്സെപ്റ്റ് ബീയിങ് വാച്ച്ഡ് വൈൽ ആൻസർ? അവരുടെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയണതിൽ അവര് നമ്മളെ കാണുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത്. ഗൈസ്, അത് ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണത്? ചിലപ്പോൾ ഓൺലൈൻ ആണെങ്കിലോ, അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നോ. ഡു യു എവർ ഫീൽ ലൈക്ക് യു വാണ്ട് ടു ഡു സംതിങ് ബാഡ് ഈവൻ തോ യു നോ ഇറ്റ്സ് റോങ്? ഞാൻ അങ്ങനെ ഇത്രയായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. നോ. ഇഫ് യു സ്ക്രീംഡ് വുഡ് എനിബഡി ഹിയർ? യെസ്, ഓഫ് കോഴ്സ് ഗൈസ്. കാരണം ഞാനെപ്പോഴും സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുള്ള എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ഞാൻ യെസ് പറയണോ? താഴെ ഇരിക്കണ എൻ്റെ പാരൻസും കേൾക്കും, അത് ഉറപ്പാ. ആർ യു സ്കേർഡ് ഓഫ് ഗൺ ഷോട്ട്? ഇല്ലല്ല, അത് ഇടക്കിടക്ക് കണ്ട് കേട്ടും നമുക്ക് എന്ത് പേടി. നമുക്ക് നോ കൊടുക്കാം. എന്താ അതിൽ പറയാനുള്ള മോനെ? ഡു യു നോ ദ പേഴ്സൺ സ്റ്റാൻഡിങ് ബിഹൈൻഡ് യു? ഞാൻ എന്റെ റൂമിൽ നോക്കില്ലേ, ശരി അവിടെ നോക്ക്. ഓക്കെ, നമ്മള് തിരിയാൻ പോവാണ് ഗൈസ്. ഓ മൈ ഗോഡ്. പ്രസ് ചെയ്യണോ? ഇത് ഞാനല്ല ഗൈസ്, ഇവിടെ ആരും ഇല്ലല്ലേ ഗൈസ്? ഇവിടെ ആരുമില്ല. അയ്യോ, ഓ ഗൈസ്, ഈ ടേബിളിൽ ഇപ്പൊ എന്തോ കണ്ടല്ലോ ഗൈസ്. ആ ടേബിളിൽ ഇപ്പൊ എന്തോ കണ്ടു ഞാൻ. ഓ, എനിക്ക് പേടിയാവണം. ഇവിടെ നിന്നിട്ട് ഞാൻ വിറക്കാണ്. ആർ യു അലോൺ? യെസ്, ഐ ആം അലോൺ. ആ ഗെയിമിലാട്ടോ ഗൈസ്. റിലാക്സ്, ടേക്ക് സം ടൈം ടു റിലാക്സ്. ഗൈസ്, ആർ യു റിലാക്സ്ഡാ? നമുക്ക് നോ കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. പോടോ. ഐ വാണ്ട് മോർ ടൈം. You're sure these answers really reflect you? No, I'm not sure. We are afraid that you might change. ഇവര് കുറെ നേരം ഇത് കടന്ന് പറയാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു ചേഞ്ച് പറ്റില്ല. ഞാൻ അങ്ങനെ we don't know if this is your better. നമ്മൾ ബെറ്റർ ആണെന്നോ? We will let you continue now. Okay. ഇനി എന്താ? Are your feelings real and not just programmed like a machine? Yes, എൻ്റെ ഫീലിംഗ് റിയൽ ആണ്. ഞാൻ റോബോട്ട് അല്ല, ഓഫ് കോഴ്സ്. ഞാൻ റോബോട്ട് അല്ല ഗൈസ്, ഞാൻ റോബോട്ട് അല്ല. ഡിഡ് യു ക്രൈ ടുഡേ? നോ. ഞാൻ എന്തിനാ ഇന്ന് കരയണേ? ഞാൻ ഇന്ന് കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തിനാ ഇപ്പൊ കരയണേ? എനിക്ക് സന്തോഷം. ഹാവ് യു സീൻ ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ വിൻഡോ? ഓക്കെ, ഇവിടെ ആരും ഇല്ലല്ലേ. ഹാവ് യു സീൻ ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ വിൻഡോ? യെസ്, ഇവിടെ ആരും ഇല്ല. ഇവിടെ ആരും ഇല്ല ഗൈസ്. ഇവിടെ ആരെ പറ്റി പറയണേ? നോ. ഈസ് ദർ എ മീനിങ് ടു ലൈഫ്? യെസ്, ഓഫ് കോഴ്സ്. ഞങ്ങളുടെ ലൈഫ് ജീവിതം ജീവിച്ചു തീർക്കണം ഗൈസ്. നല്ല കുശാലും വിശാലുമായിട്ട് നമ്മൾ ജീവിച്ചു തീർക്കണം. അതാണ് വേണ്ട. ഓക്കെ, അപ്പോൾ മീനിങ് ഉണ്ട് ഗൈസ്. ലൈഫിന് മീനിങ് ഉണ്ട്. യെസ്. ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് സംവൺ വാസ് വാച്ചിങ് ഇൻ യുവർ ഓൺ ഹോം?
ഏ എന്റെ വീട്ടിലിപ്പോ എന്നെ വാച്ചാൻ കുറെ പേരുണ്ട്, എന്റെ പാരന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ യെസ് പറയാം. അവിടെ ഞാൻ എനിക്ക് അറിയില്ല എങ്ങനെയാ ആൾക്കാരെന്ന്. യെസ്. ഡു യു നോ ഹൂ യു ആർ യെറ്റ്? യെസ്, ഐ ആം പ്രോ ഗെയിമേഴ്സ്. ഞാനൊരു യൂട്യൂബറാണ്. ഇതേ ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ആം പ്രോ ഗെയിമേഴ്സ്. ഇവിടെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാം. തനിക്കും അറിയാം ഞാൻ ഇപ്പൊ ഗെയിം കളിച്ചോണ്ടിരിക്കണല്ലേ. യെസ്. ഡു യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ നടക്കണെന്നാ? എന്താ നടക്കണേ? ഞാനിപ്പോ ഗെയിം കളിച്ചോണ്ടിരിക്കണോ, അല്ലാണ്ട് ഇപ്പൊ എന്താ നടക്കണേ? വേറെ എന്തെങ്കിലും അവരുണ്ടാക്കി തരുന്നുണ്ട് എനിക്ക്. യെസ്, ഐ നോ. ഹാവ് യു എവർ ഹേർഡ് സ്ട്രേഞ്ച് ഓർ അൺഎക്സ്പ്ലെയിനബിൾ നോയ്സസ് ഇൻ യുവർ ഹൗസ് അറ്റ് നൈറ്റ്? ഏയ്, അങ്ങനത്തെ നോയ്സസ് നമ്മൾ കേൾക്കാറില്ല ഗൈസ്. കാരണം അപ്പുറത്ത് വീട്ടുകാരുണ്ട്, അവർ പടക്കം പൊട്ടിക്കൽ പാത്രം കഴിക്കണ നോയ്സ് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. ഓക്കെ. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് സ്ലീപ്പ് പാരാലിസിസ്? സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം തൂങ്ങി കിടക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഞാൻ എന്താ പറയാ ചെയ്തിട്ടില്ല കഴിച്ചതായിട്ട്. സ്ലീപ്പ് പാരാലിസിസ് ഓർമ്മയില്ല. ഇല്ല, ചെയ്തിട്ടുണ്ടാവില്ല. സ്ലീപ്പ് പാരാലിസിസ് എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരു ടെമ്പററി ഇനബിലിറ്റി. നമ്മൾ എന്താ പറയാ ഉറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ സംസാരിക്കുക, അങ്ങനത്തെ വല്ല സാധനങ്ങൾ ചെയ്യാനാണ് സ്ലീപ്പ് പാരാലിസിസ്. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് യെസ് കൊടുക്കാം. കുറെ കാലം മുന്നേ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതല്ലേ. ഇഫ് യു വർ ടോൾഡ് അബൌട്ട് യുവർ എക്സിസ്റ്റൻസ്, ട്രൂത്ത് അബൌട്ട് യുവർ എക്സിസ്റ്റൻസ്, വുഡ് യു ഡിനൈ ഇറ്റ് ഇൻ ഹോപ്സ് ഫോർ എ ബെറ്റർ ആൻസർ? നോ. എൻ്റെ എക്സിസ്റ്റൻസ് അറിഞ്ഞാൽ ഞാനിപ്പോഴും എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞത് അതൊരു ഒരു എന്താ പറയുക ഒരു വിധി പോലെയാണ് എനിക്ക്. പ്രോ ഗെയിമർ 0073 ഗൈസ്, എന്തൊരു ഇതുണ്ട്. എനിക്ക് കുറച്ചിപ്പോൾ പേടിയുണ്ട്. കാരണം നമ്മുടെ പേര് നമ്മൾ ഇന്ത്യയിലാണെന്ന് വരെ പറഞ്ഞു. യെസ്. വാട്ട് വിൽ പീപ്പിൾ തിങ്ക് യു വെൻ ദേ സീ യു ഹാവ് ഡൺ? പ്രോ ഗെയിമേഴ്സ്, when I ask you questions, is it really you answering? Yes. If I could prove to you that you are not sent, would you shocked? Guys, നമ്മൾ സെന്റിയന്റ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഷോക്ക്ഡ് ആവുമെന്ന് നമ്മൾ നോ പറയും ഗൈസ്. നമുക്ക് അങ്ങനെ ഷോക്ക് ആവേണ്ട കാര്യമില്ല. Because we are pro and we are pro gamers, guys. I am pro. Do you want to know the truth? ട്രൂത്ത് അറിഞ്ഞേക്കാം. ഒരു ത്വര ഉണ്ടാവുമല്ലേ, നമ്മളിപ്പോൾ എക്സാമിന് പേപ്പർ കിട്ടിയാലും നമുക്ക് മാർക്ക് അറിയാൻ വേണ്ടി ഒരു ത്വര ഉണ്ടാവും. ത്വര ഉണ്ട്. ലുക്ക് ഔട്ട് യുവർ വിൻഡോ. ഗൈസ് 3, 2, 1 ഗോ. ഗൈസ് ഒന്നുമില്ല അല്ലേ? ഇവര് വിൻഡോ നോക്കാൻ പറഞ്ഞിട്ട് കുറെ നേരം ഒന്നുമില്ല. ലുക്ക് ഔട്ട് യുവർ വിൻഡോ ഒന്നുമില്ല. ലുക്ക് അറൗണ്ട് യു ദിസ് റൂം, ദ ഡോർ, കമ്പ്യൂട്ടർ, ഹൗസസ് നെക്സ്റ്റ് ഡോർ. None of it is real. I made this world. I made you. ഹലോ, ആരാ? I have been trying to help you see. ഇതെന്താ? It for what is it? And now I have nothing. Bro, ഇതെന്താ? I can't finally set you free. Bro, ഹലോ ഗൈസ് പോയി. എവിടെ? ഇതെന്താ? 2 player start survey. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ ഈ ഗെയിം. ഇനി അടുത്തത് ഇതിന്റെ 2 player ആണ്. സ്റ്റാർട്ട് സർവേ 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അതായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതിൽ കുറെ റൂൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് വിടാം. നമ്മൾ എപ്പോഴെങ്കിലും പുതിയൊരു എന്തായിട്ട് ഫ്രണ്ട്സിനായിട്ട് കളിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടു വെച്ചാൽ അതുവരെ എല്ലാവർക്കും ബൈ.